ഇസ്ലാമിനെ എന്നെ അടിയുറച്ചു നിർത്തുന്ന ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. ആ വിശ്വാസം ഇതാണ്, വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഇത് പ്രവാചകൻ സ്വയം നിർമ്മിച്ചതാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം അവസാനിച്ചു. ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇത് ദൈവിക ഗ്രന്ഥാണെന്നാണ് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും വിശ്വാസം. ആ പ്രവാചകൻ സ്വയം രചിച്ചതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചാൽ അന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും എന്ന് വെല്ലുവിളിയായിക്കൊണ്ട് നിങ്ങളോട് പറയാണ്. ആ ദൈവിക ഗ്രന്ഥമാണെന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ള തെളിവ്? യുക്തിപരമായിട്ട് തെളിയിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് നിങ്ങളത് തെളിയിക്കണം. എന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു അതാണ് എന്റെ വിശ്വാസം. ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ പറയുന്ന സത്യം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാകും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഇവിടെ തീർന്നിട്ടില്ല. ഇസ്ലാമിനെ എന്നെ അടിയുറച്ചു നിർത്തുന്ന ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. ആ വിശ്വാസം ഇതാണ്, വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഇത് പ്രവാചകൻ സ്വയം നിർമ്മിച്ചതാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം അവസാനിച്ചു. ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇത് ദൈവിക ഗ്രന്ഥാണെന്നാണ് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും വിശ്വാസം. ആ പ്രവാചകൻ സ്വയം രചിച്ചതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചാൽ അന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും എന്ന് വെല്ലുവിളിയായിക്കൊണ്ട് നിങ്ങളോട് പറയാണ്. ആ ദൈവിക ഗ്രന്ഥമാണെന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ള തെളിവ്? യുക്തിപരമായിട്ട് തെളിയിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് നിങ്ങളത് തെളിയിക്കണം. എന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു അതാണ് എന്റെ വിശ്വാസം. ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ പറയുന്ന സത്യം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാകും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഇവിടെ തീർന്നിട്ടില്ല. സാധാരണ വിശ്വാസികൾ എന്ന് പറഞ്ഞാല് അവര് നിർബന്ധിതമായ സാഹചര്യത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ 5ാം ക്ലാസ് വരെയോ 6ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ 8 വരെയോ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിപ്പുറത്തേക്ക് 10ാം ക്ലാസ് വരെയൊക്കെ പരമാവധി മദ്രസയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പരമാവധി 1.5 മണിക്കൂറൊക്കെയാണ് മദ്രസ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിലുള്ള മദ്രസ പഠനം മാത്രം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലും പൂർത്തിയാകാതെ മുന്നോട്ട് പോകുന്ന വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികൾ, അവരാണ് വലിയ ഭൂരിപക്ഷം ആളുകൾ. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവർ ഈ മദ്രസയിൽ ചെറിയ പ്രായത്തിൽ പഠിച്ചിറങ്ങിയ സാധനം അതിനു മുമ്പ് വീട്ടിലുള്ള ആളുകൾ അവരിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ള അവരുടെ വിശ്വാസപരമായിട്ടുള്ള ചില കാര്യങ്ങളും മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നതും, അത് കഴിഞ്ഞ് ഇവരുടെ സ്കൂളും ഒരു 10ാം ക്ലാസ്സോട് കൂടിയൊക്കെ മദ്രസ പഠനം പരമാവധി സാധാരണഗതിയിൽ ആളുകളുടെ നിൽക്കും. പിന്നെ അവർ +2 ഡിഗ്രിയൊക്കെ ഇപ്പോഴുള്ള ആളുകൾ ആ രീതിയിൽ പോകും. അതല്ലെങ്കിൽ ചില ആളുകൾ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ അധ്വാനത്തിൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നവർ അങ്ങനെ പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഇവരുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർമ്മകളാണ്. ഒന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചെടുത്ത ഓർമ്മകളും, രണ്ടാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളുമാണ്. മൗലവിമാർ വയലു പറയും, ആ മൗലവിമാർ വയലു പറയുന്നത് കേൾക്കും, പിന്നെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കും. ഇത് വെച്ചിട്ടാണ് ഇവരുടെ വിശ്വാസം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിന് ചുറ്റും ലോകത്ത് അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ ഉസ്താദുമാരുടെ അഭിപ്രായം, ഇവരുടെ ചെറിയ പ്രായത്തിൽ ഇവരുടെ മദ്രസയിൽ നിന്ന് ഇവർ എടുത്തു വെച്ചിട്ടുള്ള മതബോധം, ഇതിൽ നമ്മൾ ആ രണ്ടിനോടും ചേർന്ന് പോകുന്ന സാധനങ്ങളെ എടുക്കും, അതെല്ലാത്തിനെ തള്ളും. ഇതാണ് ഒരു ശരാശരി വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ഒരു അമാനുഷിക ഗ്രന്ഥമാണെന്നും ഇതൊരു മഹാത്ഭുതമാണെന്നും മുഹമ്മദിനെ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവം പ്രവാചകനായി നിശ്ചയിച്ച് അയച്ചതാണ് എന്നും ആ പ്രവാചകനിലൂടെ അള്ളാഹു കൊടുത്തുവിട്ട ഒരു ദിവ്യമായ ഗ്രന്ഥമാണ്, ദൈവികമായ ഒരു ഉദ്ബോധനമാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഖുർആൻ എന്നതും ഏതൊരു സാധാരണ ഇസ്ലാം മത വിശ്വാസിയുടെയും വിശ്വാസമാണത്. അതൊരു വിശ്വാസമാണ്. ഏതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന ഒരു വിശ്വാസം പോലെ, എന്നതുപോലത്തെ ഒരു വിശ്വാസമാണ് അതും. അള്ളാഹു ആണ് ഈ ലോകമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നതുപോലത്തെ ഒരു വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേവലം വിശ്വാസമാണ്. ഇതിനൊന്നും തെളിവില്ല, തെളിയിക്കാൻ കഴിയില്ല. ഇത് ദൈവികമാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന് മാത്രവുമല്ല, ഖുർആൻ വിശദമായി മനസ്സിലാക്കുന്ന ആൾക്ക് ഈ മദ്രസയിലെ പഠനവും ഉസ്താദുമാരുടെ തള്ളും മാറ്റിവെച്ച് ഇതിനെ ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ ഇതിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ചരിത്രപരതയെ നോക്കിയിട്ട് നമ്മളത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇതിൻ്റെ അനുബന്ധമായി പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഭാഗം, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര വിധികൾ, ഇതൊക്കെ ഈ ഖുർആനിൻ്റെയും മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഖുർആനിനെയും ഹദീസുകളെയും പ്രവാചകന്റെ സുന്നത്തുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള മറ്റു ചരിത്രങ്ങളെയും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെയും അതിൻ്റെ സാമൂഹ്യ നിയമങ്ങളെയും വ്യക്തി നിയമങ്ങളെയും കുടുംബ നിയമങ്ങളെയും ധാർമ്മിക പദ്ധതികളെയും ഒക്കെ നിഷ്പക്ഷമായി വായിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാകും ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇത് കേവലം മുഹമ്മദിൻ്റെ ചിന്തകളാണ് എന്ന്. മുഹമ്മദിൻ്റെ ചിന്തകൾ പിന്നീട് മറ്റു ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ക്രോഡീകരിച്ചെടുത്ത ഒരു ഗ്രന്ഥമാണ്. ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത
ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാത്ത, കൃത്യമായി ഒരു കാര്യവും പൂർത്തീകരിച്ച് പറഞ്ഞു പോയിട്ടില്ലാത്ത, വളരെ സങ്കീർണമായ, ഒരാൾക്കും അത് ഒറ്റയ്ക്ക് വായിച്ചാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല എന്ന ഒരവസ്ഥയുള്ള ഒരു എന്താ പറയുക, ഇവർ പറയില്ലേ, നമ്മൾ വാരിക്കൂട്ടി കെട്ടിപ്പെറുക്കി വെച്ച് ബൈൻഡ് ചെയ്ത് വെച്ച ഒരു പുസ്തകം. ഇതാണ് ഖുർആൻ. ഇതിനകത്ത് ദൈവികത എന്ന് പറയുന്ന സാധനമില്ല. എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പൊതുവെ ദൈവവിശ്വാസം, ദൈവികത എന്നതിനെക്കുറിച്ചൊക്കെയുള്ള മനുഷ്യരുടെ സങ്കല്പങ്ങളും, അതിൻ്റെ എന്തിനാണ് ഇസ്ലാം എന്നും എന്ത് പഠിപ്പിക്കാനാണ് ഖുർആൻ എന്നും എന്തിനാണ് മുഹമ്മദിനെ പറഞ്ഞയച്ചത് എന്ന് ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനെ മാനദണ്ഡമാക്കി നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ, ഹദീസ് പഠിച്ചാൽ, നബിചര്യ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇതിനകത്ത് ദൈവം ഇല്ല, അള്ളയില്ല, ആരുമില്ല. ഇത് മുഹമ്മദ് നബിയുടെ ചിന്തകൾ, സംസാരം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ വേവലാതികൾ, ബേജാറുകൾ, ദേഷ്യം, നിരാശ, എല്ലാ സാധനവും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഖുർആൻ എന്ന് പറയുന്നത്, ആദ്യം മനസ്സിലാക്കണം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുഷ്താഖ് കണ്ണൂരിൻ്റെ ഒരു ആവേശമാണ്. അദ്ദേഹം ഭയങ്കര ആവേശത്തോടെയാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഈ വഹാബി ഇസ്ലാമിസ്റ്റുകളോട്, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളോട് എടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലല്ല മുഷ്താഖ് കണ്ണൂരിൻ്റെ ആവേശത്തെ പോലും പരിഗണിക്കുന്നത്. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ സാധാരണ വിശ്വാസികളുടെ പ്രതിനിധിയാണ്. അതിൽ അവരുടെ പടനായകനായിട്ട് നിൽക്കാൻ കെൽപ്പുള്ള ആളാണ്. കാരണം മദ്രസ ഉസ്താദുമാരുടെ വചനം, ഇതാണ് മുഷ്താഖ് കണ്ണൂരിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള വിശ്വാസികളുടെ വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനം, സത്യം തെറ്റ് എന്നൊക്കെ ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ നടന്നാൽ പോലും, ഒരു വാഹനാപകടം നടന്നാൽ പോലും അതിൽ വിശ്വാസികളായിട്ടുള്ള മൗലവിമാർ, പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയ്ക്ക് അനുകൂലമായ ആൾക്കാർ എന്താണോ പറഞ്ഞത് അതായിരിക്കും ഇവരുടെ പ്രമാണം. ഇതാണ് ഒരു സാധാരണ വിശ്വാസിയുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ മുഷ്താഖ് കണ്ണൂർക്കാരനോട് ആ ഒരു സഹാനുഭൂതിയോട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് നമ്മൾ ഇവരോടൊക്കെയാണ് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് മുഷ്താഖ് കണ്ണൂരിനോട് പറയാനുള്ള കാര്യം, ആവേശങ്ങളൊക്കെ കുറച്ച് വെച്ച്, പിന്നെ ആക്രോശങ്ങളും വെല്ലുവിളിയും അങ്ങനത്തെ സംഗതികളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായിരുന്ന് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. അതൊരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞ ആ ഒരു അവകാശവാദങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക. അത് കേവലമായിട്ടുള്ള ഈ മദ്രസാ ബോധത്തിനും ഉസ്താദുമാരുടെ തള്ളിനും അപ്പുറത്തേക്ക് നിങ്ങളിപ്പോൾ ഇത്രയും ശക്തമായിട്ട് സംസാരിക്കാനും അത് നിന്ന് പ്രസന്റ് ചെയ്യാനും ഒക്കെയുള്ള നിങ്ങളുടെ ആ ഒരു കഴിവും, ആ ഒരു മനോധൈര്യവും, ആ ആത്മാർത്ഥതയും, അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളുടെ ഈ പഠനത്തിനും ചിന്തയ്ക്കും വേണ്ടി വിനിയോഗിക്കുക. നമുക്ക് ഇനിയും ഈ രീതിയിലുള്ള സംസാരങ്ങൾ ആവശ്യമെങ്കിൽ തുടരാം എന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ മുഷ്താഖ് കണ്ണൂരിൻ്റെ വീഡിയോയിലേക്ക് പോവാണ്. പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പലരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മുമ്പിൽ വന്നിട്ടുള്ളത്. മാക്സിമം ഷെയർ ചെയ്യണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ, പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ വിമർശിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും, മുസ്താഖ് ആ വീഡിയോയിൽ എൻ്റെ പേര് പറയുന്നില്ല, മറ്റു ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ആളുകളുടെ പേരുകൾ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി യുക്തിവാദികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ, ഖുർആനിനെ ഒക്കെ ദൈവികത ചോദ്യം ചെയ്യുന്ന എല്ലാ ആളുകളെയും ചേർത്തായതുകൊണ്ട് അത് ആ രീതിയിൽ നമ്മൾ എടുക്കുന്നു. നമ്മളത് അനലൈസ് ചെയ്ത് പോകും. പിന്നെ ഇതിൽ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി മുഷ്താഖ് പറയുന്ന വാക്കിൽ എനിക്കൊരു ചെറിയ തിരുത്തുള്ളത്, മുഷ്താഖ് കണ്ണൂർ ഇനി മുതൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും ഇത് ഷെയർ ചെയ്യണം എന്നല്ല പറയേണ്ടത്. ഇതുപോലെ പറയുക, നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ എല്ലാ മനുഷ്യരും, എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. കാരണം ഇത് ശരാശരി വിശ്വാസി ജീവിതത്തിൽ ഒരിക്കൽ അറിഞ്ഞിരിക്കേണ്ട, ചിന്തിച്ചിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട വിഷയങ്ങളാണ്. മുഷ്താഖിൻ്റെ ആത്മവിശ്വാസവും സാധാരണ വിശ്വാസത്തിൻ്റെ ഒരു അവസ്ഥയും അതിനോടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രതികരണവുമാണ്. നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരാളായി നിൽക്കുന്ന, അതിൽ നിന്ന് കേവലം ആ ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം മാറി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുസ്ലിം സഹോദരൻ എന്ന നിങ്ങൾ പരിഗണിക്കുന്ന ആളുകളിൽ തന്നെ എന്നെ പെടുത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചോളൂ. കാരണം ഇതിനകത്ത് പല്ലും നഖവും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എൻ്റെ ചെറിയ നാക്കും ചെറിയ ശബ്ദവും മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുക. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇത് ഷെയർ ചെയ്യുക, ഇതെല്ലാവരും ചിന്തിക്കട്ടെ. ഇസ്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരും ഇസ്ലാം ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരും സംശയമുള്ളവരും ഒക്കെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. തെറിയല്ലാത്ത എന്തും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം, എന്ത് അഭിപ്രായവും എഴുതാം. വ്യക്തിഹത്യ, തെറി അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. വിശ്വാസികൾക്കും എഴുതാം, ആർക്കും എഴുതാം.
അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ ഒരു പ്രവർത്തനത്തിൽ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് പോകാം. വലിയൊരു പണ്ഡിതനല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ പണ്ഡിതൻ പാമരൻ എന്നൊന്നുള്ള വേർതിരിവില്ല. അത് കേവലമായിട്ട് ഇസ്ലാമിന്റെ പൊള്ളയായ അവകാശവാദം പോലെയല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഏത് സാധാരണക്കാരനും ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുന്ന എല്ലാവരും സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന മതത്തിന്റെ അവകാശവാദവും അതിന്റെ നിജസ്ഥിതിയുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് മൗലവിമാർ പ്രസംഗിക്കുന്ന സാധനം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, നമ്മളെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാവുന്ന തരത്തിൽ നമ്മളുടെ ഭാഷയിൽ തന്നെ അത് അനലൈസ് ചെയ്യുന്നതും അതിനോട് പ്രതികരണങ്ങൾ നടത്തിപ്പോകുന്നതും. അതുകൊണ്ട് പണ്ഡിതനല്ല എന്നുള്ള പ്രശ്നമൊന്നും മുഷ്താഖ് പരിഗണിക്കേണ്ടതില്ല. നമ്മളാരും അങ്ങനെ വലിയ പണ്ഡിതന്മാരൊന്നുമല്ലല്ലോ, നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിനിധികളാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അത് പറയുന്നതിന് മുൻപ് ഇത്ര നേരം കേട്ട മുഷ്താഖ് പെട്ടെന്ന് ഒരു ആക്രോശത്തിന്റെ ശബ്ദത്തിലേക്കൊക്കെ മാറും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്. മുഷ്താഖിനെ പോലും നിങ്ങളിവിടെ മോശമായ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് കമന്റുകൾ എഴുതരുത്. ഒരു വിശ്വാസി, പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ പല്ലും നഖവും ഉപയോഗിച്ച് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിന്റെ വിമർശകർ, ശത്രുക്കൾ എന്നിവർ വിചാരിക്കുന്ന ആളുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കമന്റുകളും കമന്റ് ബോക്സിൽ എഴുതാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്ത് കുരച്ചാലും മുസ്ലിംകൾക്കെതിരെ, ഇസ്ലാമിക ആശയങ്ങൾക്കെതിരെ, വിശുദ്ധ ഖുർആാനെതിരെ, പ്രവാചകനെതിരെ എത്ര വലിയ പഴകി പൊളിച്ച പുതിയ ആരോപണങ്ങൾ കൊണ്ടുവന്ന് സംസാരിച്ചാലും ഇസ്ലാമിനെ എന്നെ അടിയുറച്ചു നിർത്തുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. ആ വിശ്വാസം ഇതാണ്, വിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇത് ദൈവിക ഗ്രന്ഥാണെന്നാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും വിശ്വാസം. അപ്പൊ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ മുഷ്താഖിനെ അടിയുറച്ച് പിടിച്ചു നിർത്തുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറയുന്നത് ദൈവികമാണ്. അപ്പോൾ ഖുർആനിന്റെ ദൈവികതയും ആ ദൈവികതയിലൂന്നിയ ഖുർആനിന്റെ പുറത്തുള്ള വിശ്വാസവുമാണ് ഒരു സാധാരണ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതെല്ലാവരുടെയും വിശ്വാസത്തിന്റെ കഥ അത് തന്നെയാണ്. ഇനി ഖുർആനിൽ എങ്ങനെയാണ് മുഷ്താഖിന് വിശ്വാസം ഉണ്ടാവുന്നത്? ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന് വഹി ലഭിക്കുന്നതിലൂടെ, പ്രവാചകനിലൂടെ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, ഇസ്ലാമിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മുകളിലുള്ളതാണ്. ഖുർആനിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന പ്രവാചകനിലുള്ള വിശ്വാസമാണ്. അതാണ് മുഷ്താഖിനെയൊക്കെ ഇസ്ലാമിൽ പിടിച്ചു നിർത്തുന്നത്. ഈ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വന്തം എഴുതിയതല്ല, പ്രവാചകൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രന്ഥമല്ല. ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയ, ജിബ്രീൽ മുഖേന ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥം എന്ന് സ്വയം അവകാശപ്പെടുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനല്ലോ. ഈ ഖുർആനാണ് മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ചില സ്വർണ്ണക്കടകളുടെ പരസ്യം പോലെ ജില്ലയിലെ ഏക സ്ഥാപനമാണിത്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഒരു ഗ്രന്ഥം, ലോകത്തെ ഏക ഗ്രന്ഥമാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നത് അത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ ദൈവികമാണ് എന്നാണോ? അല്ല. കുറച്ചുകൂടി എന്താണ് ഇതിനൊരു തെളിവ് എന്ന് ചോദിച്ചാൽ, തെളിവ് ഈ ഖുർആനിന്റെ ദൈവികത എങ്ങനെയാണ് ഇവർ ഉറപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലളിതമാണ്. ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണോ? അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എങ്കിൽ വിശുദ്ധ ഇസ്ലാം സത്യമാണ്, മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാ ആരോപണങ്ങളും തട്ടിമാറ്റിക്കൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണോ? ആ ദൈവിക ഗ്രന്ഥമാണെന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ള തെളിവ്? നമ്മൾ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത്? ആ ഒരു വിശ്വാസമാണ് ഇസ്ലാമിൽ പിടിച്ചു നിർത്തുന്നത്. മറ്റുള്ള വിഷയങ്ങളൊക്കെ തള്ളിക്കളയിലാണ്. അപ്പൊ ഖുർആനാണ് പ്രധാനം. ഖുർആൻ അല്ലാത്തതൊക്കെ തള്ളും. അത് തള്ളേണ്ടി വരും. ചില സമയത്ത് ഖുർആൻ അല്ലാത്ത എല്ലാ കാര്യങ്ങളും തള്ളേണ്ടി വരും. ഖുർആന് വിരുദ്ധമായിട്ട് വരുന്നു എന്ന് തോന്നുമ്പോൾ ഹദീസ് തള്ളേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾക്ക് നാട്ടുകാരോട് ഇന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന കഥകൾ വരുമ്പോൾ അത് തള്ളേണ്ടി വരും. ഹദീസ് എഴുതിയ ഗ്രന്ഥകാരന്മാരെ തള്ളേണ്ടി വരും. മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതി വെച്ച ഗ്രന്ഥങ്ങളും അതിന്റെ ഗ്രന്ഥകാരന്മാരെയും തരാതരം തള്ളേണ്ടി വരും. അങ്ങനെയൊക്കെ തള്ളിയിട്ട് അവസാനം ഖുർആൻ മാത്രം, മുഹമ്മദ് നബിയിലൂടെ, ജിബ്രീലിലൂടെ അള്ളാഹ് ഇറക്കി കൊടുത്ത ഖുർആനിന്റെ ദൈവികതയിൽ മാത്രം ഊന്നി ബാക്കി എല്ലാത്തിനെയും തള്ളും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആൻ ഒറ്റയ്ക്ക് ഈ പറയപ്പെടുന്ന ഒരു തെളിവും നിങ്ങൾക്ക് തരില്ല. ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഖുർആൻ കൊണ്ട് തന്നെ ഖുർആൻ ദൈവികമാണ് തെളിയിക്കാൻ പറ്റും എന്നാണ്. അതാണ് ഇദ്ദേഹം ഇന്ന് പരിശ്രമിക്കുന്നതും. പക്ഷെ അതൊന്ന് അനലൈസ് ചെയ്യാം. ഇദ്ദേഹത്തിന്റെ എല്ലാ വിശ്വാസവും പൊള്ളയാണ് എന്നാണ് ഞാൻ പറയാം. ഇതിനൊന്നും തെളിവില്ല. അള്ളാഹു എന്ന ഏകദൈവത്തിന് തെളിവില്ല. അള്ളാഹു എന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു ദൈവം ഉണ്ട് എന്ന് വിചാരിക്കാം. ഉള്ള ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നതിന് യാതൊരു തെളിവില്ല. ഈ മുഹമ്മദിന് ആ ദൈവം, മറ്റു രണ്ട് കഥകളും നമ്മളൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ആ രണ്ട് കാര്യങ്ങളിലൂടെ മുഹമ്മദിനെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് നിശ്ചയിച്ച് അതിലൂടെ കൊടുത്തതാണ് ഈ ഗ്രന്ഥം എന്നതിന് അത്രയും തെളിവില്ല. ഒരു കാര്യത്തിനും തെളിവില്ല.
അപ്പം ഖുർആാനിന്റെ മുകളിലുള്ള വിശ്വാസം, മുഹമ്മദ് നബിയിലുള്ള വിശ്വാസം, ഈ രണ്ട് വിശ്വാസത്തിനും യാതൊരു അടിസ്ഥാനവുമില്ല, തെളിവില്ല. 14 നൂറ്റാണ്ടിനിപ്പുറത്തും യാതൊരു തെളിവും ഒരാൾക്കും ഇന്ന് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആകെയുള്ള തെളിവുകൾ എന്താണോ, ലോകത്തെമ്പാടും പാടി നടക്കുന്ന തെളിവുകൾ എന്താണോ, അതിൻ്റെ ഒരു മിനിയേച്ചർ ഇന്ന് നമുക്ക് മുമ്പിൽ മുഷ്താഖ് അവതരിപ്പിക്കുകയും ചെയ്യും. അതിന്റെ നിജസ്ഥിതി നമുക്കിവിടെ പരിശോധിക്കുകയും ചെയ്യാം. വിശുദ്ധ ഖുർആൻ അത് ദൈവിക ഗ്രന്ഥമാണോ? അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു അതാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം ഈ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് ഖുർആൻ കൊണ്ട് തന്നെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. മുഷ്താഖിന്റെ വിശ്വാസത്തിന്റെ റൂട്ട് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു, ജിബ്രീല്, ഖുർആൻ, മുഹമ്മദ്, അല്ലെങ്കിൽ അള്ളാഹു, ജിബ്രീല്, മുഹമ്മദ്, ഖുർആൻ, ഈ 4 കാര്യങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന യാതൊരു തെളിവും ലഭ്യമല്ല. മുഹമ്മദ് അവകാശപ്പെടുന്നത് പോലെ മുഹമ്മദിനെ അള്ളാഹുവിന്റെ പ്രവാചകനായി നിശ്ചയിച്ചുകൊണ്ട് ജിബ്രീൽ വന്നു എന്നതിനോ, ഖുർആൻ ജിബ്രീൽ അള്ളാഹിന്റെ അടുത്ത് എടുത്തുവിടുന്ന ഗ്രന്ഥമാണ് എന്നതിനോ, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്നതിനോ, ഒരു ദൈവവിശ്വാസിയുടെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഭാവത്തിൽ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മുസ്താഖ് കണ്ണൂര് ഉയർത്തിപ്പിടിക്കുന്ന ഖുർആൻ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ഗോത്രകാല മനുഷ്യന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ കൽപ്പനകളും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആവശ്യങ്ങളും ആക്രോശങ്ങളും അദ്ദേഹത്തിന്റെ നിരാശയും അദ്ദേഹത്തിന്റെ വെറുപ്പും അദ്ദേഹത്തിന്റെ പകയും അദ്ദേഹത്തിന്റെ പ്രതികാരവും ഒക്കെ പ്രതിഫലിക്കുന്ന കേവലമായ ഒരു ഗോത്ര മനുഷ്യന്റെ ചിന്തയും വാക്കുകളുമല്ലാത്ത മറ്റൊന്നുമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ഖുർആൻ. അതാണ് നമ്മൾ ഇന്നിവിടെ തെളിയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മുഷ്താഖിന്റെ തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവസാനം എത്തിപ്പെടാൻ കഴിയുന്ന നിഗമനം അതായിരിക്കും എന്ന് ആമുഖമായി പറഞ്ഞു വെക്കാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക പ്രബോധനമായിട്ട് റസൂൽ നമ്മുടെ മുമ്പിൽ വന്നു. ഈ റസൂൽ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുമ്പേ അനേകം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലോ. ആദ്യ നബി മുതൽ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി ആണല്ലോ. ആദ്യത്തെ പ്രവാചകന്മാരിൽ തൗറാത്ത് മൂസാ നബിക്ക് കൊടുത്ത ഗ്രന്ഥമാണ്, ഇഞ്ചീൽ ഈസാ നബിക്ക് കൊടുത്ത ഗ്രന്ഥമാണ്, സബൂർ ദാവൂദ് നബിക്ക് കൊടുത്ത ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അതാത് സമുദായത്തിൽപ്പെട്ട വ്യക്തികളിലേക്ക് മാത്രം ഏൽപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു സ്വയം ഏറ്റെടുത്തതല്ല, അതാത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കായിരുന്നു ഉത്തരവാദിത്തം. ഇപ്പൊ മുഷ്താഖ് ഈ പറഞ്ഞ ഈ വിശദീകരിച്ച കാര്യങ്ങൾ സകലതും തെളിവില്ലാത്തതും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഓരോന്നോരോന്ന് പരിശോധിക്കാം. അതിലാകെ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുൻപാണ് മുഹമ്മദ് വന്നത് എന്ന് മാത്രമാണ്. അവിടെ മുഹമ്മദ് പ്രവാചകനായി വന്നു എന്നതിന് അന്നും തെളിവില്ല, ഇന്നും തെളിവില്ല. അന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ മുഹമ്മദിനോട് ചോദിച്ചത്, അവർ അള്ളാഹു എന്ന് ദൈവത്തെ വിളിച്ചിരുന്ന ആളുകൾ തന്നെ, അവർ മുഹമ്മദിനോട് ചോദിക്കുകയാണ്, മുഹമ്മദേ, നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? മുൻകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ പ്രവാചകന്മാരാണ് എന്ന്, അല്ലെങ്കിൽ അവരൊക്കെ ഇസ്ലാമിന്റെ പ്രവാചകന്മാരാണ്, അവർ അള്ളാഹു അയച്ച ദൂതന്മാരാണ് എന്നത് മുഹമ്മദ് പറഞ്ഞ കഥയല്ലാത്ത ഒരു തെളിവില്ല. അപ്പൊ മുഹമ്മദിന്റെ പ്രവാചകത്വം സ്ഥാപിക്കാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞ കഥകൾ മറ്റു ദൈവവിശ്വാസങ്ങളിൽ നിന്ന്, വേദഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന്, പണ്ട് കാലത്തെ കെട്ടുകഥകളിൽ നിന്ന് മുഹമ്മദ് ചൂണ്ടിയെടുത്ത കഥകൾ അതിന് മുകളിൽ മുഹമ്മദിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അതിന്റെ താവഴിയിൽ, അതിന്റെ പാരമ്പര്യത്തിൽ മാറ്റം വരുത്തുന്നു. എവിടെ മുതൽ എന്ന് വെച്ചാൽ ഇബ്രാഹിം മുതലുള്ള കഥകളിൽ ഇസ്ഹാക്കിന് പകരം ഇസ്മായിലിനെ തിരികെ മുഹമ്മദ് ഒരു കഥ മെനയുന്നു. അതിന് കൃത്യമായിട്ട് മുഹമ്മദിന് പല ആളുകളുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഈ കഥകളും ഇതിന്റെ ചരിത്രമൊക്കെ വിശദമായിട്ട് അറിയാവുന്ന ആളുകളുടെ സഹായം മുഹമ്മദിന് കിട്ടിയിട്ടുണ്ട്. ആ സഹായം നിശ്ചലമായപ്പോൾ മുഹമ്മദ് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ സമയം പോലെ വരും. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ദൈവം, ആ ദൈവം എന്ന് പറഞ്ഞാൽ മക്കക്കാരൊക്കെ ദൈവം എന്ന് അംഗീകരിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ ദൂതനാണ് താൻ എന്ന് മുഹമ്മദ് അവകാശപ്പെട്ട് മക്കയിൽ വന്ന സമയത്ത് അതെങ്ങനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടും? ഞങ്ങൾക്ക് എന്ത് തെളിവ്, മുഹമ്മദ് എന്ത് തെളിവാണ് തരാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. മുഹമ്മദിന് തെളിവ് കൊടുക്കാൻ മുഹമ്മദ് പരാജയപ്പെടുകയാണ്. അങ്ങനെയാണ് 13 വർഷം മക്കയിൽ പ്രബോധനം നടത്തിയിട്ട് അതിനിടയിൽ ദൈവത്തിന്റെ തെളിവുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ, ദൈവമുണ്ട് എന്നതിന് അവർ ചോദിക്കുന്നതിനും സാഹചര്യത്തിനനുസരിച്ചൊക്കെ പലതും പറഞ്ഞ് ഭയപ്പെടുത്തി, മരണം പറഞ്ഞ്, നരകം പറഞ്ഞ്, പായേരം പറഞ്ഞ്, സങ്കടം പറഞ്ഞ്, പലതും പറഞ്ഞ് മുഹമ്മദ് 13 കൊല്ലം മക്കയിൽ ചുറ്റി നടന്നിട്ട് മുഹമ്മദിന് കിട്ടിയത് 100-ൽ താഴെ മനുഷ്യരുടെ പിന്തുണ മാത്രമാണ്. ഈ 100-ൽ താഴെ ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അതിൽ ഉമറൊക്കെ പെടും, ഉസ്മാൻ പെടും, പിന്നെ അലി പെടും, അബൂബക്കർ പെടും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഉമറിന്റെ ഒക്കെ കഥ എന്ന് പറയുന്നത് ആ നാട്ടിൽ അന്നുണ്ടായിരുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ എന്തായാലും പറയാം കേടി.
അതുപോലത്തെ ആളുകൾ മുഹമ്മദിന്റെ ലക്ഷ്യം എന്താണ്? മുഹമ്മദിന്റെ ലക്ഷ്യം കഅബ അടക്കമുള്ള മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അധികാരമായിരുന്നു എന്നും മക്കയുടെ രാജാവാകണം. പുറത്ത് കച്ചവട യാത്രകൾക്കൊക്കെ പോകുന്ന സമയത്ത് പലയിടത്തും കണ്ടിട്ടുള്ള രാജാവ്, കൊട്ടാരം, ഭരണം തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആ മക്കയിൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്തിന്റെ അധികാരം സമ്പൂർണമായിട്ട് മുഹമ്മദിന് കിട്ടണം എന്ന ഒരാഗ്രഹം, അതായിരുന്നു മുഹമ്മദിന്റെ ലക്ഷ്യം. അതൊക്കെ നമുക്ക് പിന്നെ മുസ്താഖിന്റെ ചില കാര്യങ്ങൾക്ക് പറയേണ്ടി വരും. എന്നാൽ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വാസ്തവത്തിൽ മുഹമ്മദിന്റെ പോലും ആവശ്യമായിരുന്നില്ല തുടക്കത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഖദീജയുടെ കൂടി അറിവോടെ അല്ലെങ്കിൽ ഖദീജയുടെ ആശീർവാദത്തോടു കൂടി ഒരുപക്ഷെ ഖദീജയുടെ ആവശ്യാർത്ഥമുണ്ടായ ഒരു നാടകമായിരുന്നു പ്രവാചകന്റെ നുബുവത്ത് എന്ന് ഇസ്ലാമിക ചരിത്രം കുറച്ച് നിഷ്പക്ഷമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത് വേറെ വിഷയമാണ്. അതെൻ്റെ ചരിത്ര വായനയാണ്, അല്ലെങ്കിൽ എൻ്റെ വായനയും എൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമാണ്. അത് നമ്മുടെ ഇന്നത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് അന്നും ഇന്നും യാതൊരു തെളിവും ലഭ്യമല്ല എന്നാണ് മുസ്താഖ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മുൻകാലത്തുണ്ടായിരുന്ന പ്രവാചകൻ ആദം നബി മുതൽ മുസ്ലിം ആയിരുന്നു, അവരൊക്കെ ഇസ്ലാമിന്റെ ഭാഗമായിരുന്നു എന്നതിന് യാതൊരു തെളിവും മുഹമ്മദ് തന്റെ പ്രവാചകത്വത്തിന് വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് കഥ പറഞ്ഞുണ്ടാക്കിയ കഥ തെളിവ് അല്ലാത്ത ഒരു തെളിവും മുഹമ്മദിന് മുൻപ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അള്ളാഹു എന്ന ഏകദൈവത്തെ ആരാധിച്ചിരുന്ന, നമസ്കരിച്ചിരുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനോ യാതൊരു തെളിവും എവിടെയും അവശേഷിക്കുന്നില്ല. എവിടെയും മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയ കഥകളും ആ പറഞ്ഞ കഥകൾക്കനുസരിച്ച് ഇസ്ലാമിന് ശക്തി ലഭിച്ചതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട തെളിവുകളുമല്ലാത്തതൊന്നും ലഭ്യമല്ല. പിന്നെ അവർക്ക് കൊടുത്ത ഗ്രന്ഥം എന്ന് പറയുന്നതിനെ കുറിച്ച് പിന്നെ നമ്മൾ വേറെ ഒന്നും പറയേണ്ട. ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആ ഗ്രന്ഥം അള്ളാഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുന്നത് കാരണം ആ ഗ്രന്ഥം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെതാണ്, അതും ദൈവത്തിൻ്റെതാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഖുർആന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുകയും ആ ഗ്രന്ഥം, അതിന്റെ സൂക്ഷിപ്പ്, അതിന്റെ സംരക്ഷണം അവിടുത്തെ നാട്ടിലെ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു എന്നും പിന്നീട് പല പ്രമാണികൾ അതിൽ കൈകടത്തൽ നടത്തി അതിന്റെ ആശയം ചോർന്നു പോയി, അതുകൊണ്ട് ഇനിയുള്ള ആളുകൾക്കുള്ളത് ഖുർആനാണ്, അതുകൊണ്ട് വന്ന ആൾ ഞാനാണ്, അതുകൊണ്ട് മറ്റുള്ളതൊക്കെ മനുഷ്യരുടെ കൈകടത്തലും തിരുത്തലും സംഭവിച്ചതാണ്, ഇതാണ് ഇനിയുള്ള ഗ്രന്ഥം, അതുകൊണ്ട് എല്ലാവരും ഈ ഗ്രന്ഥത്തിലേക്ക് വരണം എന്നത് മാത്രമാണ് ഈ കാര്യം. അതല്ലാതെ ഈ പറയപ്പെടുന്ന ഒരു കാര്യത്തിനും യാതൊരു തെളിവും ഇല്ല. മുഹമ്മദ് പറഞ്ഞതും ഹദീസിൽ എഴുതിയതും ഖുർആനിൽ എഴുതിയതും മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് തെളിവല്ല. പിന്നീട് പ്രമാണിമാരും മറ്റു ആളുകളൊക്കെ ആ കാലത്തെ പുരോഹിതന്മാരൊക്കെ അവനവന്റെ താല്പര്യത്തിനനുസരിച്ച് ആ ഗ്രന്ഥം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമായിട്ട് മാറിയത്. ആ വിശുദ്ധ ഖുർആനാണ് മുഹമ്മദ് നബി മുതൽ മുഹമ്മദ് നബിക്ക് ശേഷം വരില്ല, ഇനി ലോകാവസാനം വരില്ല മുഴുവൻ മുസ്ലിങ്ങളുടെയും ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ലോക മുസ്ലിങ്ങൾക്ക് മുഴുവൻ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇനി ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഗ്രന്ഥവും വിശുദ്ധ ഖുർആനാണ്. ഇത് മുഹമ്മദിന്റെ ഒരു ആവശ്യമാണ്, മുഹമ്മദിന്റെ ആവശ്യമാണ്. ഖുർആനാണ്, മുസഹഫാണ്, ഗ്രന്ഥം, അതിലേക്കൊക്കെ നമ്മൾ വരാം. ഇതാണ് ഇസ്ലാമിന്റെ ഒരു വിശ്വാസം, ഇതാണ് ഒരു ശരാശരി വിശ്വാസിയുടെ. ആ ഖുർആന്റെ കഥയും ആ ഖുർആൻ കിട്ടിയ പ്രവാചകന്റെ കഥയും പ്രവാചകത്വത്തിന്റെ കഥയും അതിന് പുറകിലോട്ടുള്ള പ്രവാചകന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും അതിന്റെ കൈകടത്തലിന്റെ കഥയുമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇനി എന്താണ് ഖുർആൻ ദൈവികമാണ് എന്നതാണ് മുഷ്താഖിനെ ഇസ്ലാമിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പം അത് ദൈവികമല്ല എന്ന് തെളിയിക്കാനുള്ള വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എന്താണ് ഖുർആൻ ദൈവികമാണ് എന്നതിന് മുഷ്താഖ് കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ എന്നാണ് ഇനി മുഷ്താഖ് പറയാൻ ശ്രമിക്കുന്നത്. നമുക്കത് പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയെ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ ആയത്ത് 21-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. ലോകത്തിന് അനുഗ്രഹമായിക്കൊണ്ടാണ് മുഹമ്മദ് നബിയെ ലോകത്തിലേക്ക് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. ആ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആൻ, ഈ ഖുർആൻ മുഹമ്മദ് നബി സ്വയം രചിച്ചതാണോ? മുഹമ്മദ് നബി സ്വയം രചിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് 1000 തവണ 1000 കുതിര ശക്തിയോടുകൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളിയായിട്ടുണ്ട് പറയുന്നത്. മുഷ്താഖിനോട് പറയാനുള്ളത്, ഈ 1000 കുതിര ശക്തി എന്നൊക്കെ ഒരു ആവേശത്തിൽ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ പ്രവാചകനെ പരിഹസിക്കാൻ കാരണമാകും എന്ന് ഓർക്കാം. നമ്മൾ ആവേശത്തിലാണെങ്കിൽ പോലും പ്രവാചകനെ പരിഹസിക്കാനുള്ള ചില വാക്കുകൾ നമ്മൾ തന്നെ ഇട്ട് കൊടുക്കരുത്. 1000 കുതിര ശക്തി, 30 പുരുഷന്റെ ശക്തി, ഇതൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾ പറയുന്നു, അത് പറയാൻ ഇതുപോലെയുള്ള ശക്തിയുടെയും ഇതുപോലെയുള്ള കുതിര ശക്തിയുടെയും പുരുഷ ശക്തിയുടെയും ഒന്നും ആവശ്യമില്ല. അത് പിന്നീട് വിമർശകരാരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ അത് മുഹമ്മദ് നബിനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിന് നിങ്ങൾ കാരണക്കാരനാകും. അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇത് ദൈവിക ഗ്രന്ഥമാണ്,
അതല്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്നതിൻ്റെ തെളിവുകൾ എന്താണ്? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ മുഹമ്മദ് നബി രചിച്ചതാണോ എന്നുള്ളതാണ്. അത് നമുക്ക് അവസാനം പറയാം. ഖുർആൻ ആരാ രചിച്ചത്, എങ്ങനെ രചിച്ചു, അല്ലെങ്കിൽ മുഹമ്മദ് നബി തന്നെ രചിച്ചതാണോ എന്നുള്ളത് നമുക്ക് പിന്നെ പരിശോധിക്കാം. ഇത് ദൈവികമാണോ അല്ലേ, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലേ, ഇതാണ് തെളിയിക്കേണ്ടത്. ഇത് തെളിഞ്ഞതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് മുഷ്താഖ് ഇസ്ലാമിൽ നിൽക്കുന്നത് എന്നാണ് മുഷ്താഖ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനമുണ്ട്. ആ വചനം നിങ്ങൾ കേൾക്കണം. ഈ ഖുർആൻ ഇത് ആരിറക്കിയതാണ്? ഇത് മുഹമ്മദ് നബി സ്വയം രചിച്ചതാണോ? അല്ല. എന്താണ് ഈ അധ്യായത്തിൽ പറയുന്നത്? 25-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം എന്താണ് പറയുന്നത്? ഈ ഗ്രന്ഥത്തിന്റെ അവതരണം സർവ്വലോക രക്ഷിതാവെങ്കിൽ നിന്നാകുന്നു, ഇതിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രന്ഥം ഇറക്കപ്പെട്ടത് മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ തെളിവ്. മുഷ്താഖിന്റെ കയ്യിൽ 2 തെളിവുകളാണ് ഇത് ദൈവികമാണ് എന്നതിനുള്ളത്. ഒന്നാമത്തെ തെളിവ് ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇത് ദൈവികമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇത് സർവശക്തനായ ദൈവം മുഹമ്മദ് നബിയിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്. ഇത് മുഹമ്മദ് നബി എഴുതിയ ഗ്രന്ഥമല്ല. എന്താണ് ഈ വചനത്തിന്റെ അവസ്ഥ? ഒരു ഗ്രന്ഥം, ഒരു മനുഷ്യൻ പറയാണ്, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം ഇത് ഞാൻ എഴുതിയതല്ല എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ വേറൊരാൾ എഴുതിയതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞതായിട്ട് ഞാൻ തന്നെ ഇതിൽ എഴുതി വെക്കുന്നു. ഖുർആനിലുണ്ട് ഖുർആൻ ദൈവികമാണ് എന്നാണ്. ഖുർആൻ എന്താണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് ഖുർആനിൽ എഴുതി വെച്ചാൽ മതിയോ? കാരണം ഇത് വചനങ്ങൾ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ജിബ്രീലാണ് എനിക്കിത് കൊണ്ടുത്തരുന്നത് എന്ന മുഹമ്മദിന്റെ ക്ലെയിമിനാണ് തെളിവ് വേണ്ടത്. ആ വചനങ്ങളാണ് ഖുർആൻ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആ ക്ലെയിമിനാണ് നമുക്ക് തെളിവ് വേണ്ടത്. അത് മുഹമ്മദ് അതേ രീതിയിൽ തന്നെ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വചനം അതിന് തെളിവല്ല. ഒരു സാധനത്തിന് അത് തന്നെ എങ്ങനെ തെളിവാകുക? അല്ലെങ്കിൽ അതിന്റെ അവകാശവാദം തന്നെ എങ്ങനെ തെളിവാകുക? അപ്പൊ അതൊരു വലിയ അബദ്ധമാണ്. എന്തായാലും വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ല. ഈ ഗ്രന്ഥവും അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായിട്ട് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി നോക്കണം. അതുകൊണ്ട് തന്നെ പൂർവ്വ ഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ച പോലെയുള്ള കൈകടത്തലുകൾ വിശുദ്ധ ഖുർആനിൽ സംഭവിക്കില്ല എന്ന് അള്ളാഹു ഖുർആനിൽ തന്നെ നമുക്ക് പ്രഖ്യാപിച്ചതാണ്. മനുഷ്യന്റെ കൈകടത്തലുകൾ സംഭവിക്കില്ല എന്നല്ല, മനുഷ്യരുടെ കൈകളില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മുടെ മുഷ്താഖ് പൊക്കിപ്പിടിച്ച പോലത്തെ ഒരു കിതാബ് തന്നെ ലോകത്തുണ്ടാവില്ലായിരുന്നു. അള്ളാഹു കൈകടത്തലുകളില്ലാതെ സംരക്ഷിച്ച ഒരു ഗ്രന്ഥവും ലോകത്തില്ല. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർ മുഹമ്മദൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന പതിറ്റാണ്ടുകളിൽ മുഹമ്മദിന്റെ അനുചരന്മാരായിട്ടുള്ള ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഖുർആൻ തകർന്നു പോകും, അത് കലർന്നു പോകും, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഖുർആനിൽ തന്നെ ഉള്ള ഇത് ഞാൻ സംരക്ഷിക്കും എന്ന അവകാശവാദം നമ്മൾ നോക്കിയില്ലെങ്കിൽ നടക്കൂല. പടച്ചോനെന്നും പൊടി പോലും കിട്ടാനില്ല. മുഹമ്മദ് നബിയുടെ മരണത്തോടുകൂടി മരണപ്പെട്ടു പോയ ഒരു കഥാപാത്രം മാത്രമായിട്ട് അള്ളാഹുവിനെ അവിടെ ഉണ്ടായിരുന്ന ഖലീഫമാർ മനസ്സിലാക്കിയതുകൊണ്ട് മുഹമ്മദിന്റെ ഗ്രന്ഥത്തിലൂടെ അള്ളാഹുവിന്റെ വചനം എന്ന രീതിയിൽ ഇത് എന്നിൽ നിന്നുള്ളതാണ്, ഇതിനെ ഞാൻ തന്നെ സംരക്ഷിക്കും എന്ന വചനം, ആ വചനം സംരക്ഷിക്കണമെങ്കിൽ ഉമറും അബൂബക്കറും അലിയും ഉസ്മാനും ഒക്കെ വേർപ്പൊഴുക്കി പണിയെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അബൂബക്കറിന്റെ കാലത്ത് ഉമർ ഈ മുസ്ഹഫുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ഹഫായിട്ട് തന്നെ ഗ്രന്ഥമായിട്ട് ക്രോഡീകരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഖുർആൻ പകർത്തെഴുത്തുകാരിൽ ഒരാളായിരുന്ന ആ വ്യക്തിയെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുന്നുണ്ട്. അബൂബക്കറിനോട് ഉമർ പോയിട്ട് ആവശ്യം പറയുന്നുണ്ട്, ഇത് നമുക്ക് ക്രോഡീകരിച്ചൊരു മുസ്ഹഫ് ഒരു പുസ്തക രൂപത്തിലാക്കണം എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറയാത്ത കാര്യമാണ്, നമ്മൾ വേണ്ടാത്ത പണിക്ക് പോണോ ഉമറെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് ചുമതലപ്പെടുത്തുന്ന ആൾ പറയുന്നുണ്ട് അബൂബക്കറിനോട്, മുഹമ്മദ് നബി പറയാത്തൊരു കാര്യം ഞാൻ ഈ വിഷയത്തിൽ ചെയ്യൂല. അപ്പൊ ഉമർ നിർബന്ധിക്കുന്നു, അബൂബക്കർ നിർബന്ധിക്കുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഇയാൾ നിർബന്ധത്തിന് വഴങ്ങി. ആരുടെ? ഉമറിന്റെയും അബൂബക്കറിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം ഇപ്പം മുഷ്താഖിന് പൊക്കിപ്പിടിക്കാവുന്ന തരത്തിൽ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് മുഹമ്മദിന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. സംരക്ഷിക്കും എന്നൊക്കെ പണ്ടെങ്ങോ പറഞ്ഞു പോയി എന്നല്ലാതെ അത് സംരക്ഷിക്കാൻ വേണ്ടി പടച്ചോനോ നബിയോ ഒന്നും ചെയ്തു വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് വന്ന മനുഷ്യർ ഇതാണ്. അപ്പൊ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെയെങ്കിലും സംരക്ഷിച്ചു എന്ന് വിശ്വസിക്കാവുന്ന, അതിൽ തന്നെ കലർപ്പുകളുണ്ട്, വകഭേദങ്ങളുണ്ട്, 7 ഖിറാഅത്തുകൾ 7 അഹ്റഫുകൾ ഉണ്ട് എന്ന് ഗത്യന്തരമില്ലാതെ വള്ളി പുള്ളി കൊത്തു കോമ വ്യത്യാസമില്ലാതെ എന്ന് പറഞ്ഞു നിന്നോടത്തുനിന്ന് 7 തരത്തിലുണ്ട്. ആ 7 തരം അള്ളാന്റെ റസൂൽ അംഗീകരിച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആ 7 എണ്ണം അല്ലാത്തത് വേറുണ്ടോ, എന്നാൽ മാത്രമേ നമ്മൾ വ്യത്യസ്തത അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഖുർആനിന്റെ അവസ്ഥയുള്ളത്. അപ്പൊ ഈ അവകാശവാദവും തെറ്റാണ്. ഖുർആൻ അധ്യായം 15 9-ാമത്തെ ആയത്ത് കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം, അതായത് ഖുർആൻ അവതരിപ്പിച്ചത്.
തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഇത് അള്ളാഹു താല ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് നേരിട്ടിറങ്ങിയ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏക ദൈവിക ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഇത് അക്ബർ സാഹിബ് എന്നോ പറഞ്ഞു കൊടുത്ത സാധനമാണ്. അതിന്റെ മുമ്പ് ഇത് സക്കീർ നായിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. വേറെ ആരും ഇതുപോലത്തെ വലിയ അബദ്ധം പറഞ്ഞിട്ടില്ല. ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ തെളിവ് ഖുർആനിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അത്രയും വലിയ ഒരു അബദ്ധം, അത്രയും വലിയൊരു തമാശ വേറെ ആരെങ്കിലും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇത് എവിടുന്നാണ്, ഇത് ദൈവത്തിന്റെ ആണെന്ന് അവിടെ അതിൽ തന്നെ എഴുതി വെക്കേണ്ടി വരുന്നതെന്ന് അറിയാമോ? മുഹമ്മദ് ഇങ്ങനെ ഖുർആനാണ് ജിബ്രീൽ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കഥകൾ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഇത് മുഹമ്മദ് പഴങ്കഥകൾ, കെട്ടുകഥകൾ, പുരാണങ്ങൾ, പഴംപുരാണങ്ങൾ പറയുന്നതാണ്, വിളിച്ചു പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല, മുഹമ്മദ് പറയുന്നതല്ലത് അള്ള പറയുന്നതാണ് എന്ന് മുഹമ്മദിന്റെ വായിലൂടെ തന്നെ മുഹമ്മദ് വീണ്ടും പറയാണ്. ഇത് ഞാൻ പറയണതല്ല, അത് അള്ള കൊണ്ട് തരുന്നതാണ്. ഇതിനെയാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ തെളിവായിട്ട് ഖുർആനിലുണ്ട് എന്ന് മുഷ്താഖ് ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി രചിച്ചതാണെന്നാണ് ഈ വിമർശകർ പലപ്പോഴും ഉന്നയിക്കുന്നത്. മുഹമ്മദ് നബി ഖുർആൻ സ്വയം രചിച്ചതാണ് എന്നാണ് വിമർശകർ പറയുന്നത്. എങ്ങനെയാണ് അത് ശരിയാവുക? ഇവർ പറയുന്ന ഈ ഒരു ആരോപണം എങ്ങനെയാണ് ശരിയാവുക എന്ന് അവർ തന്നെ പറയേണ്ടതുണ്ട്. അത് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ വെച്ച് മുസ്താഖിന് കണ്ണൂർ മുസ്താഖിന് ഖുർആൻ ദൈവികമാണ് എന്നുള്ള തെളിവ് കഴിഞ്ഞു. തെളിവാകെ ഉള്ളത് നബി പറഞ്ഞിട്ടുണ്ട്, അത് ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഖുർആൻ? ഖുർആൻ ദൈവികമാണ് എന്ന അവകാശവാദം ആർക്കുള്ളത്? മുഹമ്മദിന്. അതെങ്ങനെ വന്നു? അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ എനിക്ക് കൊണ്ടെത്തുന്നതാണ് എന്ന് ഖുർആൻ എന്ന് മുഹമ്മദിന്റെ അവകാശവാദം, അല്ലെങ്കിൽ ഈ വചനങ്ങൾ അങ്ങനെയാണ് വരുന്നതെന്ന് മുഹമ്മദിന്റെ അവകാശവാദം. അതിനെ വിമർശിച്ച ആളുകൾ ഉണ്ടായ സമയത്ത് അവർ പറയുന്ന പോലെയൊന്നുമല്ല, ഇത് ഞാൻ പറയുന്നതല്ല, ഇതെനിക്ക് മുകളിൽ നിന്ന് വീണ് കിട്ടുന്നതാണ് എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് ഖുർആനിൽ എഴുതി വെച്ചു. ഇതാണ് ആകെയുള്ള തെളിവ്. അത് സ്വസ്ഥമായിട്ട് മുസ്താഖ് തന്നെ ഒന്ന് ആലോചിക്കുക, അതെങ്ങനെയാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന് തെളിവാവുക? ഇനി ദൈവികമല്ല എന്ന അവകാശവാദങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടി മുസ്താഖ് ശ്രമിക്കുകയാണ്. അതായത് ഇത് ദൈവികമല്ല എന്ന് തെളിയിക്കാൻ കഴിയില്ല, ഇത് പ്രവാചകൻ എഴുതിയതാണ്, പ്രവാചകൻ സ്വയം രചിച്ചതാണ് എന്ന് വിമർശകർ പറയുന്നു. അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അടുത്തത്. അത് നമ്മൾ കേട്ടിട്ട് അതിന് മറുപടി പറയാം. ഒരു വ്യക്തി ഒരു ഗ്രന്ഥം രചിക്കുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് അറിയില്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മുസ്ലിങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ഓരോ ദിവസവും പാരായണം ചെയ്യപ്പെടുന്നു, ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും പാരായണം ചെയ്യപ്പെടുന്നു, അല്ലെ? ലോകത്തുള്ള എല്ലാ അറബികളും അനറബികളും മുസ്ലിങ്ങളും പാരായണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇത്രയും ലോകത്തറിയപ്പെട്ട, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ ഖുർആൻ പ്രവാചകനാണ് രചിച്ചതെങ്കിൽ, പ്രവാചകൻ സ്വയം നിർമ്മിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം പ്രവാചകൻ നിഷേധിക്കുന്നു? ഇത് പ്രവാചകൻ രചിച്ചതല്ല എന്ന തെളിവിലേക്കാണ് ഇനി മുസ്താഖ് പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന കാരണങ്ങൾ, ഇത് ഇത്രയും കൂടുതൽ വിജയിച്ച, ഇത്രയും ആളുകൾ വായിക്കുന്ന, ഇത്രയും വരിക്കാരുള്ള ഒരു ഗ്രന്ഥം എന്തുകൊണ്ട് പ്രവാചകൻ രചിച്ചതാണെങ്കിൽ പ്രവാചകൻ എന്തിനതിന്റെ അതോറിറ്റി, അല്ലെങ്കിൽ അത് ഞാനാണ് രചിച്ചത് എന്നത് എന്തിന് തള്ളി പറയണം എന്നാണ് ലളിതമായ ഉത്തരം. മുസ്താഖ് അതുകൊണ്ട് വിഷമിക്കരുത്. പണ്ട് ഇവിടെ പൈങ്കിളി വാരികകൾ ഉണ്ടായിരുന്നു. മംഗളം, മനോരമ, മുത്തുച്ചിപ്പി തുടങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങൾ. ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വലിയ വലിയ നോവലുകൾ വരും. വലിയ തമാശയുള്ളതും ഹരം പിടിപ്പിക്കുന്നതും രസകരമായതും കേൾവിക്കാരുടെ രോമാഞ്ചം ഉളവാക്കുന്നതുമായിട്ടുള്ള നിരവധി കഥകൾ, നിരവധി ആളുകൾ വാങ്ങി വായിക്കുന്ന വലിയ പ്രചാരമുള്ള പൈങ്കിളി വാരികകളിൽ വരുന്ന അന്നത്തെ ഹിറ്റ് നോവലുകളൊക്കെ അത് എഴുതുന്നവർ അവരുടെ സ്വന്തം പേര് ഉപയോഗിക്കില്ല. അതിന് പകരം അവർ ചില തൂലികാ നാമങ്ങൾ ഉപയോഗിക്കും. അവരത് ചെയ്തിരുന്നത് ആ എഴുതുന്ന കണ്ടന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ധാരണ ഉള്ളത് കൊണ്ടും ഇത് ഞാനാണ് എഴുതിയതെന്ന് നാട്ടുകാർ അറിയരുത് എന്നൊരു ബോധമുള്ളത് കൊണ്ടും ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ആളുകൾ തൂലികാനാമങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഇനി തൂലികാനാമം എഴുത്തുകാരന്റെ പേരൊന്നും ഇല്ലാത്ത ചില പുസ്തകങ്ങൾ 25 രൂപയ്ക്കും 50 രൂപയ്ക്കും ചെറിയ ബസ് സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളുടെ പരിസരത്തുള്ള ചെറിയ ബുക്ക് സ്റ്റാളിൽ നാരങ്ങമിഠായിയും ബുക്കും പേനും ഒക്കെ വിൽക്കുന്ന ചെറിയ സ്റ്റേഷനറി പെട്ടിക്കടകളുടെ അകത്തളങ്ങളിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അത് വാങ്ങി വായിച്ചവർക്ക് അറിയാൻ പറ്റും. അത്തരം പുസ്തകങ്ങളിൽ അതിന്റെ രചിച്ച ആളുടെ തൂലികാനാമം പോലും ഒരുപക്ഷെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പുസ്തകത്തിന്റെ കണ്ടന്റ്, അതിന്റെ പർപ്പസ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അതിന്റെ ഓതറുടെ പേര് വെക്കണോ, അത് വേറൊരാളുടെ പേരിൽ എഴുതണോ, അതല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് വേറൊരു പേരിൽ അത് പ്രസിദ്ധീകരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ പുസ്തകം കൊണ്ട് അദ്ദേഹം അത് എഴുതുന്നയാളുടെ ഉദ്ദേശം, അതിന്റെ താല്പര്യം, അതിന്റെ കണ്ടന്റ്, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ്. അതുകൊണ്ട് മുഹമ്മദ് സ്വയം രചിച്ചതാണ് ഖുർആൻ എന്ന് പറയുന്നതോടുകൂടി മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് വേറെ തെളിവില്ല. മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് മുഹമ്മദ് മുന്നോട്ട് വെച്ച ഏക തെളിവ് എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ വരുന്നുണ്ട് എന്നാണ്.
മുഹമ്മദ് പറഞ്ഞത് ഇഖ്റ എന്ന് ഞാൻ ഗുഹയിലിരിക്കുമ്പോൾ എന്നെ വന്ന് ശക്തമായി പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒരാൾ വന്നിട്ട് എന്നോട് ഓതാൻ പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഖുർആൻ മുഹമ്മദ് പറഞ്ഞതാണ്, ഇതെന്റെ വാദങ്ങളാണ്, എന്റെ വചകങ്ങളാണ് എന്ന് മുഹമ്മദ് പറഞ്ഞാൽ മുഹമ്മദിന്റെ പ്രവാചകത്വം അവിടെ തന്നെ പൊളിയും. അപ്പൊ അതുകൊണ്ട് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് മുഹമ്മദ് കണ്ടെത്തിയ ഏക തെളിവ് ജിബ്രീലിന്റെ വഹിയാണ്. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ വഴി വരുന്ന വഹിയാണ് മുഹമ്മദിന് പറഞ്ഞു നിൽക്കാനുണ്ടായിരുന്ന ഒരേ തെളിവ്. അതാണെങ്കിൽ നാട്ടുകാർ വിശ്വസിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് വളരെ ലളിതമാണ് മുഷ്താഖ് ഈ കാര്യം. എന്തുകൊണ്ട് മുഹമ്മദ് നബി ഇതിന്റെ ഓദർ ഞാനാണ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു പുസ്തകമായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് മുഹമ്മദ് നബി ആദ്യം ആലോചിച്ചിട്ടില്ല. രണ്ടാമത് മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് അവിടെ ആ നാട്ടിൽ പറഞ്ഞു നിൽക്കണമെങ്കിൽ മുഹമ്മദിന്റെ കയ്യിൽ ആകെയുള്ള മരുന്ന് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ വചനങ്ങൾ എന്റേതല്ല എന്ന് പറയൽ മാത്രമാണ്. അപ്പൊ നിന്റേതല്ലാത്ത വചനം എവിടുന്ന് കിട്ടുന്നി? ഇത് അള്ളാന്റെ അടുത്ത് ജിബ്രീൽ എനിക്ക് കൊണ്ടുതരുന്നു. ഇതാണ് കാര്യം. വളരെ ലളിതമാണ്. ഇതിനൊരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ടതില്ല. ഒന്ന് മനസമാധാനത്തോടെ ഇരുന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ഇനി അതുമ്പോൾ തന്നെയാണ് മുസ്താഖ് കുറച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് മുഹമ്മദിൻ്റെതല്ല, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല എന്ന വാദത്തിന് മുസ്താഖ് വെക്കുന്ന ആദ്യത്തെ തെളിവ് പാളിപ്പോയി.